Hello guys, welcome back to Jen Vlogs. Joker movie നല്ല കണ്ടു. ഫസ്റ്റ് പടത്തിന്റെ പോസിറ്റീവ് സൈഡ് ഞാൻ പറഞ്ഞേക്കാം. ആർട്ട്, എഡിറ്റിംഗ്, ക്യാമറ, VFX, കളർ ഗ്രേഡിങ്സ് ചെയ്തേക്കുന്ന ടീമുകൾ, എഡിറ്റിങ്ങിന്റെ ടീമുകൾ, ആൻഡ് ജോക്കർ, ഹാർലി ക്വിൻ. പെർഫോമൻസ് ബേസ് ആയിട്ടോ പറയുന്നത്. ഓൾ ഓവർ ദ മൂവി ടെക്നിക്കൽ സൈഡും ഇവർ രണ്ടുപേരും ഓക്കെ. പടം റേറ്റ് ചെയ്യുകയാണെങ്കിൽ എൻ്റെ അഭിപ്രായം ഒരു ആവറേജ്. ദാറ്റ്സ് ഓൾ. ഇറ്റ്സ് എ ക്ലാസിക്കൽ ഡ്രാമ, മ്യൂസിക്കൽ ക്ലാസിക്കൽ ഡ്രാമ, അങ്ങനെ എന്തോന്ന് പറയാനെന്ന് തോന്നുന്നു. ഫസ്റ്റ് പാർട്ടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഫസ്റ്റിൻ്റെ 7 അയലത്ത് പോലും ഈ പടം വെക്കാൻ പറ്റത്തില്ല. അതങ്ങനെ തന്നെയാണ്. കാരണം ഫസ്റ്റ് പാർട്ടിനകത്ത് നമുക്ക് അറിയാവുന്നൊരു കാര്യമുണ്ട്. ആരാണ് ജോക്കർ, എങ്ങനെയാണ് ജോക്കറായി മാറിയത്, അതിനുള്ള റീസൺ ആരൊക്കെയാണ്, ഇതിനെയൊക്കെ പറ്റിയൊരു ഡീറ്റെയിലിങ്ങും പുള്ളിക്കാരൻ്റെ പെർഫോമൻസും ആ BGM ആ മേക്കിംഗ് കൂടെ ആകുമ്പോഴത്തേക്കും ദ ജോക്കർ മൂവി വാസ് കംപ്ലീറ്റ്. നേരെ തിരിച്ച് ഈ പടത്തിലേക്ക് വരുമ്പോൾ ഹാർലി ക്വിനും ജോക്കറും തമ്മിലുള്ള റൊമാൻസ് അതൊരു കുറേ പാട്ടുകളിലൂടെ ഡയറക്ടർ നമ്മൾ അറിയിക്കാൻ നോക്കുകയാണ്. അത് എത്ര പേർക്ക് വർക്കൗട്ട് ആവുമെന്ന് എനിക്കറിയാം. എനിക്ക് വർക്കായില്ല, എനിക്ക് ഒട്ടുമേ വർക്കായില്ല ഇങ്ങനൊരു സംഭവം. കാരണം ഈ രണ്ട് ക്യാരക്ടർ ഭയങ്കര റൂഡായിട്ടുള്ള ക്യാരക്ടേഴ്സ്. കാരണം ഹാർലി ക്വിൻ എന്ന് പറഞ്ഞാൽ കുഞ്ഞെന്നോ തള്ളയെന്നോ കൊച്ചെന്നോ അച്ഛനെന്നോ അപ്പാപ്പനൊന്നും ഇല്ല. പുള്ളിക്കാരി ജോക്കർ പറഞ്ഞാൽ കൊല്ലും, ജോക്കർ പറഞ്ഞില്ലെങ്കിൽ കൊല്ലും. അങ്ങനത്തെ ഒരു ഹാർലി ക്വിൻ, അങ്ങനത്തെ ഒരു ക്യാരക്ടറൈസേഷൻ. ജോക്കർ പിന്നെ അറിയാമല്ലോ, പുള്ളിക്കാരൻ അങ്ങനെ ഒന്നുമില്ല. പുള്ളിക്കാരൻ കാര്യം ഇവനെ കൊന്നേക്കാം. പുള്ളിക്കാരൻ ആ ഒരു മൈൻഡ് സെറ്റ്, എനിക്ക് അയാളെ കൊല്ലണം, ഞാൻ കൊല്ലും. അതാണ് പുള്ളിക്കാരൻ്റെ ഒരു രീതി. ആ രീതിയിൽ നിന്ന് ആ രണ്ടുപേരുടെ ക്യാരക്ടർ, രണ്ടുപേരുടെ റൂഡായിട്ടുള്ള രണ്ട് ടൈപ്പ് ഓഫ് മാഡ്നസ്, അത് ഒന്നു ചേർന്നാൽ എങ്ങനെയായിരിക്കും, അതാണ് ഈ പടത്തിൽ സത്യം പറഞ്ഞാൽ പ്രേക്ഷകരെ പ്രതീക്ഷിച്ച് പോകുന്നത്. ബട്ട് ദിസ് മൂവി വെരി ഡിസപ്പോയിൻമെന്റ്. കാരണം അങ്ങനെയാണോ അതെന്ന് വെച്ചാൽ നമുക്ക് കാണാൻ മനസ്സിലാവും. കാരണം നമ്മൾ പ്രതീക്ഷിച്ച് പോകുന്ന സാധനമല്ല ഇതിനകത്ത് കിട്ടുന്നത്. പിന്നെ ഈ ഇങ്ങനത്തെ ഒരു പടം, ഇങ്ങനത്തെ ഒരു മൂഡ് പടം എന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഒരു മൂഡ്, ഒരു ക്ലാസിക്കൽ മ്യൂസിക്കൽ ഡ്രാമ കാണാൻ ഇഷ്ടമുള്ള ആൾക്കാർക്ക്, ഈ ഒരു മൂവി ബേസിലൊക്കെ പോകുന്ന വെച്ചാൽ മ്യൂസിക് ബേസിൽ പോകുന്ന ഒരു പടം കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണ്. സീരിയസ്ലി നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടും ഈ പടം. അല്ലാത്ത പക്ഷം ആസ് എ DC ഫാൻ, ആസ് എ ജോക്കർ, ആസ് എ ഹാർലി ക്വിൻ ഫാൻ അവിടെ പോയിട്ട് ചായ അടിക്കാനൊന്നും പറ്റത്തില്ല, സിനിമ കണ്ട് തീർത്ത വിളിച്ചിട്ട് ഇറങ്ങി വരാനേ പറ്റത്തുള്ളൂ എന്ന് ഞാൻ ഇവിടെ പറഞ്ഞു തീർക്കുന്നു. വേറെ ഒന്നുമില്ലടേ, ഈ പറഞ്ഞ തന്നെ ദേഷ്യം വരും, നമുക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരും. പിന്നെ പുള്ളിക്കാരുടെ പെർഫോമൻസ്, ഇവരുടെ ഈ ജോക്കർ എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ്റെ ജോക്കർ നന്നായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. ഹാർലി ക്വിൻ്റെ ക്യാരക്ടറൈസേഷൻ എന്ന് വെച്ചാൽ ക്യാരക്ടറൈസേഷൻ പുള്ളിക്കാരൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവർക്ക് എവിടേക്കോ ഈ ആ റോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് വെച്ചാൽ ആ റോളിൽ നിന്ന് അങ്ങോട്ട് മാറുന്നു നമുക്ക് തോന്നിപ്പോവും ചില സാഹചര്യങ്ങളിൽ. അത് എനിക്ക് ഒരുപാട് സ്ഥലത്ത് ഫീൽ ചെയ്യും, എസ്പെഷ്യലി ഹാർലി ക്വിൻ്റെ കേസിൽ. ആ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത്. സോ ഇറ്റ്സ് എ വൺ ടൈം വാച്ച്, തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. ഒരു വട്ടം തിയേറ്ററിൽ പോയി കാണാനുള്ള പടമുണ്ട്. പിന്നെ OTT വന്നാൽ നിങ്ങൾ മൈൻഡ് പോലും ചെയ്യത്തില്ല, അത് 100% ഉറപ്പാണ്. സോ പോയിരുന്ന് ഇവരെയൊക്കെ ഇഷ്ടമാണെങ്കിൽ പോയിരുന്ന് കാണുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ വരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പറ്റുമെങ്കിൽ ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നവരിക്കും നമ്മളില്ലേ.